അവരെല്ലാം മിടുമിടുക്കരായ ആളുകളാണ്. നമ്മുടെ സിസ്റ്റത്തിനൊരു തകരാറുണ്ട്. ആ സിസ്റ്റത്തിന്റെ തകരാറ് പരിഹരിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകിയ. ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ചോർച്ച ഉണ്ടാകാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. നികുതി പണത്തിൽ നിന്ന് ചോർച്ച ഉണ്ടാകാൻ പാടില്ല. നികുതി വെട്ടിക്കാനും ആരെയും സമ്മതിക്കില്ല. സർക്കാരിലേക്ക് വരേണ്ട നികുതി പണം അവിടെ എത്തും. ഒരു കോംപ്രമൈസും ഇല്ല. ഒരു കോംപ്രമൈസും ഇല്ല. ആര് വന്നാലും കോംപ്രമൈസ് ഇല്ല. സർക്കാരിലേക്ക് കിട്ടേണ്ട പണം പാവപ്പെട്ടവന് പെൻഷനായും സഹായമായും ചികിത്സാ സഹായമായും നല്ല ആശുപത്രികൾ ഉണ്ടാക്കിയും കൊടുക്കേണ്ട പണമാണത്. ആ പണം വരേണ്ട സ്ഥലത്ത്, ആ പെട്ടിയിൽ വരേണ്ട സ്ഥലത്ത് ആ പണം വരും. എത്ര വലിയ കൊമ്പനാണെങ്കിലും നികുതി വെട്ടിക്കാൻ സമ്മതിക്കില്ല. നികുതി കൊടുക്കേണ്ടവർക്ക് ആരെയും ക്രൂശിക്കൊന്നുമില്ല. അതൊക്കെ വന്നോളും, അവരെല്ലാം ചെയ്തോളും. കുറച്ച് കൊടുക്കാതെ ശീലിച്ചു പോയതുകൊണ്ടാണ്. ആ ശീലം മാറ്റി കഴിയുമ്പോൾ അത് ശരിയാവും. അപ്പോൾ നമുക്ക് മാറ്റമുണ്ടാക്കാൻ, ഈ ചോർച്ച അടയ്ക്കാൻ പറ്റും. ജനങ്ങളുടെ പണമാണെന്നുള്ള ഓർമ്മ നമുക്കുണ്ടായാൽ മതി. പാവപ്പെട്ടവനും കൂടി അടയ്ക്കുന്ന നികുതിയാണ്. ആ നികുതി വരേണ്ടടുത്ത് വരികയും അത് വന്നാൽ അത് വേണ്ട രീതിയിൽ അവർക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള ഒരു കാര്യമുണ്ട്. അതാണ് നികുതിയെക്കുറിച്ച്. സാധാരണക്കാരെയൊന്നും പീഡിപ്പിക്കില്ല. ഞാൻ എപ്പോഴും പറയും, ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നികുതി പിരിവിനെ കുറിച്ചൊരു മനോഹരമായ വാചകമുണ്ട്. പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ വേണമെന്നാണ്. പൂ പോലും അറിയരുത് നികുതി പിരിക്കുന്നത്, മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെ സാധാരണക്കാരെ വിഷമിപ്പിച്ചും പ്രയാസപ്പെടുത്തിയിട്ടുമല്ല. നമുക്കൊരു സിസ്റ്റം ഉണ്ടാകണം. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് എല്ലാം മാറ്റം ഉണ്ടാകണം. നമ്മളല്ലല്ലോ, 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് കേരളത്തിൽ. അതിനെയെല്ലാം സംയോജിപ്പിച്ചുള്ള 27 പ്രോജക്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഞങ്ങൾ ആരോഗ്യ രംഗത്ത് ഒരു ഹെൽത്ത് കമ്മീഷൻ ഉണ്ടാക്കി. അതിലെ അംഗം ഡോക്ടർ അജിത ഇവിടെ ഇരിക്കുന്നുണ്ട്. അവര് അതിമനോഹരമായ റിപ്പോർട്ടാണ് തന്നത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ബ്യൂട്ടിഫുൾ റിപ്പോർട്ട്. കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിനുള്ള എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായ ഗൈഡ് ലൈനാണ്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് 300 ഡോക്ടർമാരെ പങ്കെടുപ്പിച്ച് നടത്തിയ കോൺക്ലേവാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.